നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കളിക്കളത്തിൽ അർജൻറ്റീൻ താരങ്ങൾ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കും, അതിൽ വീഴരുത്, സൂക്ഷിക്കണം. പറയുന്നത് ബെൻഡോയാണ്. അർജൻറ്റീനയുടെ ഒരു കളി രീതി അങ്ങനെയാണ്. എതിർ താരങ്ങളെ പ്രകോപിപ്പിക്കുക, അവരെ കൂടുതൽ ശക്തമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക, ഹിറ്റ് ചെയ്യുക, ഇതൊക്കെ അവരുടെ ഒരു രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ വീഴരുത്, മെൻ്റലി ഡിസ്റ്റബിലൈസ് ചെയ്യാനുള്ള പരിപാടിയാണ് അവരെടുക്കുന്നത് എന്ന് മാർക്കിന്യൂസും പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ബെൻഡോയും ഏതാണ്ട് അതുപോലെയുള്ള കാര്യങ്ങൾ തന്നെ പറയുന്നു. ബെൻഡോയുടെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നു TYC സ്പോർട്സ്. അർജൻറ്റീൻ മാധ്യമം. ബ്രസീൽ വേഴ്സസ് അർജൻറ്റീന മത്സരം നാളെയാണ്. നാളെ രാത്രി 9 മണിക്കാണ് ബ്യൂണസ് അയേഴ്സിൽ ഈ കളി. പക്ഷേ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ മറ്റന്നാൾ ബുധനാഴ്ച പുലർച്ചെ 5:30 കളി ആരംഭിക്കുന്നത്. അപ്പോൾ ആ കളിക്ക് ആലിസൺ ബെക്കർ ഇല്ല. അദ്ദേഹത്തിന് കഴിഞ്ഞ കളിയിൽ ഹെഡ് ഇഞ്ചുറി സംഭവിച്ചു. കൺകഷൻ പ്രോട്ടോക്കോൾ അനുസരിച്ച് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല. പകരം അൽ നസറിൻ്റെ ഗോൾ കീപ്പറായ ബെൻഡോയായിരിക്കും ബ്രസീലിൻ്റെ വല കാക്കുക. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു കാര്യം പറയുന്നത്. ബെൻഡോയുടെ വാക്കുകളിലേക്ക് പോകാം. തീർച്ചയായിട്ടും അർജൻറ്റീനയുടെ ഒരു രീതി എന്ന് പറയുന്നത് അവർ നമ്മളെ പ്രകോപിപ്പിക്കും. അത് നമ്മൾ കൃത്യമായിട്ട് കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളതിൽ നിന്ന് കൃത്യമായിട്ടൊരു അകലം പാലിക്കേണ്ടതുണ്ട്. അർജൻറ്റീൻ ദേശീയ ടീം അങ്ങനെയാണ് അവർ കളിക്കുന്നത്. ബ്രസീലിനെതിരെ കളിക്കുമ്പോൾ കൂടുതൽ ഹാർഡറായിട്ട് അവരതിനെ ശ്രമിക്കുകയും ചെയ്യും. അർജൻറ്റീനയ്ക്കെതിരെയുള്ള മാച്ചസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഹൈലി കണ്ടസ്റ്റഡ് ആയിട്ടുള്ള പോരാട്ടങ്ങളാണ്. വലിയ ഫൈറ്റുകൾ നടക്കും. അപ്പോൾ കോപ്പ ലിബർട്ടഡോറസ് മത്സരങ്ങൾ ബ്രസീൽ ക്ലബ്ബും അർജൻറ്റീൻ ക്ലബ്ബും തമ്മിൽ നടക്കുമ്പോൾ ഉണ്ടാവാറുള്ള പോരാട്ടങ്ങളില്ലേ, അതേപോലെയുള്ള പോരാട്ട വീര്യങ്ങൾ ഇവിടെയും നടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. എല്ലായ്പ്പോഴും അതങ്ങനെയാണ്. എന്തായാലും ഞങ്ങൾ ബ്രസീലാണ്, ഞങ്ങൾക്ക് വിജയിക്കേണ്ടതുണ്ട്, ഞങ്ങൾക്ക് വിജയിച്ച് ഞങ്ങളുടെ മികവ് കൺവിൻസ് ചെയ്യേണ്ടതുണ്ട് എന്നാണിപ്പോൾ ബെൻഡോ പറയുന്നത്. ഏതായാലും അർജൻറ്റീനയിൽ പോയിട്ട് ബ്രസീലിന് വിജയിക്കാൻ കഴിയുമെന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. ഏറ്റവും ഒടുവിൽ ബ്രസീൽ അർജൻറ്റീനയിൽ പോയി വിജയിച്ചത് 2009 അതായത് 2010 വേൾഡ് കപ്പിൻ്റെ ക്വാളിഫയറിലാണ് ഏറ്റവും ഒടുവിൽ ബ്രസീൽ അർജൻറ്റീനയിൽ പോയിട്ട് വിജയിച്ച് കയറിയിട്ടുള്ളത്. 10-16 കൊല്ലക്കാലമായി. അന്ന് ലൂയിസ് ഫാബിയാനോയുടെ ഗോളുകൾ, അദ്ദേഹത്തിൻ്റെ ഇരട്ട ഗോളുകൾ, പിന്നെ ലൂയിസ് ആവോയുടെ ഒരു ഗോള്, ഇതിൻ്റെയൊക്കെ ബലത്തിൽ 3-1 അന്ന് അർജൻറ്റീനയെ തോൽപ്പിച്ചിരുന്നത് ബ്രസീൽ. 16 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതിന് സാധിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.